ഹലോ ഫ്രണ്ട്സ്, അല്ല മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പറയാൻ പോകുന്നത് നമുക്ക് ഇലക്കണ കമ്പനിയാണ് സാംസങ്ങിൻ്റെ ഇപ്പോൾ പുതിയൊരു സ്മാർട്ട് ഫോൺ വരികയാണ്. അത് സാധാ പോലെയല്ല, ഇത് ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. 1-2 മാസം മുമ്പ് തന്നെ ഒരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കുറച്ച് ഫോട്ടോസ് മേടിച്ച് ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞു ഏപ്രിൽ 26 ഇത് വരുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത്. മൈ നെയിം ഈസ് ജെറ്റിൻ ജോസ്. വെൽക്കം മൈ വീഡിയോ ബ്ലോഗ്. നിങ്ങളിതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇതാണ് സാംസങ്ങിൻ്റെ ഫോൾഡ്. നമുക്ക് മടക്കാൻ പറ്റുന്ന ഫോൺ. ഇതിൽ നമുക്ക് 4Gയും 5Gയും ലഭിക്കും. അത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1,40,000 വരിക. നമുക്കിതിൽ ലേറ്റസ്റ്റ് ടെക്നോളജി എല്ലാം തന്നെ ലഭിക്കും. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വരുന്നത് നമുക്ക് ഫോണിൻ്റെ ലോക്ക് സ്കീമയാണ് ഫിംഗർ പ്രിൻറ്റ് ലോക്ക് വരുന്നത്. ഇതിൽ നമുക്ക് 12 GB റാം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 2 ബാറ്ററികളും ലഭിക്കുന്നു. 2 ബാറ്ററിയും കൂടിയിട്ട് 4350 mAh ആണ്. നമുക്കിതിൽ ഒരേ ടൈം 3 അപ്ലിക്കേഷൻസ് ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്കിതിൽ 6 ക്യാമറാസാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് 3 ക്യാമറയും, നമ്മുടെ ഫോണ് തുറന്നാൽ നമുക്ക് മേലെ 2 ക്യാമറയും, ഫോണ് മടക്കിയാൽ നമുക്ക് 1 ക്യാമറയും വരുന്നത്. അങ്ങനെ നമുക്ക് 6 ക്യാമറയാണ് വരുന്നത്. സാംസങ് കൂടാതെ ബാക്കി കമ്പനീസൊക്കെ LGയും ഷവോമി ഹുവായൊക്കെ വൈകാതെ തന്നെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺസ് ഇറക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ലീക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും വൈകാതെ തന്നെ പ്രതീക്ഷിക്കാം. നമുക്ക് ഒരേ ടൈം 3 അപ്ലിക്കേഷൻ വരെ ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് പോകാം. നമുക്കിതിൽ ഉപയോഗിച്ചുള്ള ഒരു Android 9 ആണ്. നമുക്ക് എല്ലാവർക്കും ചോദ്യം ഉണ്ടാകും, നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഇടയ്ക്കിടയ്ക്ക് തുറക്കടക്കം ചെയ്താൽ ഫോണിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുന്നു. പക്ഷേ അവർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നോളജി ഹെഡ്ജ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര നമ്മൾ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്ത് അടച്ചാൽ നമുക്ക് ഫോൺ വലിയ കംപ്ലയിൻ്റ് ഒന്നും വരില്ല. ഇതിന് ഡിസ്പ്ലേ സൈസ് പറയുകയാണെങ്കിൽ നമ്മൾ ഫോൺ മടക്കിയാൽ നമുക്ക് 4.6 ഇഞ്ചും ഫോൺ നമുക്ക് നിവൃത്തിയാൽ നമുക്ക് 7.3 ഇഞ്ചാണ് ഡിസ്പ്ലേ സൈസ് നമുക്ക് വരുന്നത്. ഇതിന് വില ഇത്രയും കൂടാൻ മെയിനായിട്ട് കാരണം നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി അവർ ഈ ഒരു ഫോണിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വില കൂടാൻ വലിയ അതിശയമൊന്നുമില്ല. കാരണം ഇപ്പോൾ 12 GB റാം അവർ കൊടുത്തിട്ടുണ്ട്, നല്ല ക്യാമറാസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി അവർ ഈ ഒരു ഫോണിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്ക് ഡ്യുവൽ സ്പീക്കേഴ്സ് ലഭിക്കും. നമുക്ക് മുകളിലും താഴെയായിട്ട് 2 സ്പീക്കറാണ് ലഭിക്കുന്നത്. നമ്മൾ മടക്കി വെച്ച ടൈമിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്തിരുന്നത്, അതുകൊണ്ട് ഫോൺ നിവർത്തിയാൽ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുന്നതാണ്, കൂട്ടമായി ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.